ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സിമ്പിൾ ഉച്ചയൂണിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിനകത്ത് രണ്ട് റെസിപ്പി ഞാൻ ഇതിൽ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിറകടുപ്പിൽ കലം വെച്ചിട്ട് നമ്മൾ ചോറ് വെച്ച് ഊറ്റിയെടുക്കുമല്ലോ, അതേപോലെ തന്നെ കുക്കറിൽ വെച്ച ചോറാണിത്. അതിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ രീതി ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഒരു വെണ്ടയ്ക്ക തോരൻ, സാധാരണ രീതിയിൽ മീൻ വറുത്തത്, ഒരു ചമ്മന്തി, ഇത് നെല്ലിക്ക ചേർത്ത ചമ്മന്തിയാണ്. അത് ഇന്നലെ അരച്ചതാണ് കേട്ടോ. ഇതൊരു മീൻകറി, മുരിങ്ങയ്ക്കയും മാങ്ങയും കൂടി ഇട്ട ഒരു അയലക്കറിയാണ്. ഇതിൻ്റെയും ഈ വെണ്ടയ്ക്ക തോരൻ്റെയും റെസിപ്പി ഞാൻ ഈ വീഡിയോയുടെ കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് നല്ല മീൻകറിയാണ്, വെണ്ടയ്ക്ക തോരനും നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും അത് രണ്ടും ഒന്ന് കാണണം കേട്ടോ. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു മോരുകറി ആണിത്. ഇത് നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്സിൽ. അപ്പോൾ തങ്കംസ് ഫാമിലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഇവിടെ കറി വയ്ക്കാനായിട്ട് കുറച്ച് മാങ്ങ പെറുക്കി എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ നാടൻ മാവിൻ്റെ മാങ്ങയാണിത്. ഇതിൻ്റെ ചോട്ടിൽ നിന്ന് പെറുക്കി എടുത്തുകൊണ്ട് വന്നതാണ്. അതിന് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് നോക്കി ഇതുപോലെ കഴുകി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയുക. അതിൻ്റെ അകത്ത് കണ്ടോ, മാങ്ങേൻ്റെയൊക്കെ വളരെ പിഞ്ചാണ്, ചെറിയതാണ്, കണ്ണിമാങ്ങ പരുവം. പിന്നെ കുറച്ച് ഇവിടുത്തെ നമ്മുടെ തന്നെ മുരിങ്ങയുടെ ഒരു മുരിങ്ങയ്ക്കയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കീറിയിട്ടൊന്നുമില്ല, മുരിങ്ങയ്ക്ക് അങ്ങനെ തന്നെ ഇട്ടത്. അപ്പോൾ നമുക്ക് കറക്റ്റ് നല്ല മീൻകറിയുടെ കൂടെ ഇടുമ്പം അത് വെന്ത് പോകില്ല, കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് രണ്ടും എനിക്ക് മീൻകറിയുടെ കൂടെ ഇടാനാണ്. അയിലയാണ് കറി വയ്ക്കുന്നത്, തേങ്ങ അരച്ച് അയിലക്കറി വയ്ക്കുന്നത്. ഇനി നമ്മുടെ മീൻ കഷ്ണത്തിലേക്ക് നമ്മുടെ നാടൻ മാങ്ങയും നാടൻ മുരിങ്ങയ്ക്കയും ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് നിറച്ച് മല്ലിപ്പൊടി, ഫ്രഷ് പച്ചമുളക് ഉണ്ടെങ്കിൽ ഒരു 4-5 പച്ചമുളക് കീറിയിടുക. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. പിന്നെ ഇഞ്ചി ഞാൻ ഇപ്പോൾ ചേർക്കാൻ മറന്നുപോയി, ഞാനത് പിന്നീട് ചേർക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ തന്നെ ചേർക്കണം. ഇഞ്ചി കഷ്ണങ്ങളാക്കി, ചതച്ചോ കഷ്ണങ്ങളാക്കിയോ ചേർക്കണം. ഇത് കണ്ടോ, ഒരു മീനിൻ്റെ തല എൻ്റെ കൊതി കൊണ്ട് ഞാൻ ഇട്ടതാണ്. കുറച്ച് നാളായി, ഒരുപാട് നാളായി മീൻതല കഴിച്ചിട്ട്. ഞങ്ങൾക്കിവിടെ പട്ടിയുണ്ട്, അതിനും പൂച്ചയ്ക്കൊക്കെ കൊടുക്കാറപ്പം അത് ഇന്ന് അടിച്ചു മാറ്റി ഒരു മീൻതല ഞാൻ എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് ഉണങ്ങിപ്പോയത് ആണ് എന്നാലും വേറെ പച്ചമുളക് ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ഇതും കൂടെ അരിഞ്ഞിടുക കേട്ടോ. അപ്പോൾ അതും അരിഞ്ഞിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് അടച്ചു വെച്ച് ഇതൊന്ന് വേവിക്കുക. ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കാം. അതിനായിട്ട് കുറച്ച് ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും ഒരു അരമുറി തേങ്ങയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. നല്ലപോലെ അരയണം. ഇത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മാങ്ങയും മുരിങ്ങയ്ക്കയും മീനും ഒക്കെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഞാനിപ്പോഴാണ് ഇഞ്ചി കഷ്ണം ചേർത്തത്, നിങ്ങൾ നേരത്തെ ചേർക്കണേ. ഇനി ഇതിലേക്ക് അരച്ചത് ചേർക്കുകയാണ്. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ തേങ്ങ ചേർക്കാൻ. അരച്ചത് ആവശ്യത്തിന് വെള്ളം, ഉപ്പ് ഒക്കെ ചേർത്തിട്ട് ഒന്ന് സ്പൂണ് കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ചട്ടി എടുത്ത് ഇങ്ങനെ ഒന്ന് കുലുക്കിയാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത്. പക്ഷേ ഇത് മുരിങ്ങയൊക്കെ കിടക്കുന്നുണ്ട്, ഇത് നന്നായിട്ട് അങ്ങോട്ട് കഷ്ണങ്ങൾ കൂടുതലുള്ളപ്പം അരച്ച തേങ്ങ താഴോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഒന്ന് കുലുക്കി വെച്ചിട്ട് അതൊന്ന് തിളച്ച് കഴിയുമ്പം അടച്ചു വെച്ച് നമ്മൾ വേവിക്കുക. അവിടെ പതുക്കെ ഇരുന്ന് വറ്റട്ടെ, ലോ ഫ്ലെയിമിൽ വയ്ക്കുക. അപ്പോൾ എൻ്റെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് കടുക് താളിച്ചൊഴിക്കണം. പിന്നെ വെള്ളമൊക്കെ ആവശ്യത്തിന് നിങ്ങൾ വറ്റിക്കുക, ഒന്നുകൂടെ വറ്റിച്ച് വേണേലും എടുക്കാം. ഇനി ഞാൻ 5-6 വെണ്ടയ്ക്ക എടുത്ത് തോരൻ വയ്ക്കാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വാലും തലയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് അരിയണം. പിന്നെ അതിന് അരയ്ക്കാനായിട്ട് അല്പം സവാള, ഒരു വലിയ സവാളയുടെ പകുതിയും കുറച്ച് കറിവേപ്പിലയും ഒരു 3-4 അല്ലി ഇത് വെളുത്തുള്ളിയും ഉപ്പ്, മഞ്ഞൾ, കുറച്ച് പെരുംജീരകം, തേങ്ങ, ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. വെണ്ടയ്ക്ക അരിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് തേങ്ങ ക്രഷ് ചെയ്തെടുത്തത് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിൽ ഞാൻ കടുക് താളിക്കുകയാണ്. അപ്പോൾ ഈ കടുക് പൊട്ടിക്കുമ്പോൾ അത് മീൻ കറിക്ക് ആദ്യം ഒഴിച്ചതിന് ശേഷം പിന്നെ ബാക്കി കുറച്ച് നമുക്ക് തോരനും കൂടെ എടുക്കാം. അതുകൊണ്ട് ഒന്നിച്ച് കടുക് വറുക്കുകയാണേ. ഒന്നിച്ച് കടുക് വറുത്തിട്ട് കണ്ട ഇതുപോലെ വെണ്ടയ്ക്കയും അരച്ചതും കൂടെ ഇല്ലേ, അതിലേക്ക് കുറച്ച് ഒഴിച്ചതിന് ശേഷം ബാക്കി ഫുള്ളെടുത്ത് ഞാൻ ആ മീൻ കറിയിലോട്ട് ഒഴിക്കുക. എളുപ്പപ്പണിയാണ് ഇതെല്ലാം. ഇതിൻ്റെ ഇടയ്ക്ക് മീൻ വറുക്കുന്നുണ്ട്, അത് എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കാണിച്ചില്ല, അത് ഞാൻ ഇനിയാണ് കാണിക്കുന്നത്. ഇനി ഈ അതേ പാനിലേക്ക് നമ്മൾ വെണ്ടയ്ക്ക ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇതിനി ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കി ഒരു 2 സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് അത് കുറച്ച് സമയം ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയതിന് ശേഷം വേണേ. കണ്ടോ, മീൻ കടുക് താളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയതിന് ശേഷം 2 സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ അങ്ങ് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇതുപോലെ അതിൻ്റെ വഴുവഴുപ്പെല്ലാം കളഞ്ഞ് വേവിച്ച് നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് കടുകൊന്നും താളിക്കേണ്ട, നമ്മൾ കടുക് താളിച്ച് ഓൾറെഡി ഒഴിച്ചതാണ്. ഒരു അയല ഞാൻ 2ആയിട്ട് മുറിച്ച് വറുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളവും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന്
മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മീൻ അതിനകത്ത് മുറിച്ച് അതിനകത്തിട്ട് പുരട്ടി വയ്ക്കുക. അതൊരു അരമണിക്കൂർ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ആദ്യം ചെയ്തതാണ്, വീഡിയോ ഇപ്പോൾ കാണിക്കുന്നതേ ഉള്ളൂ. ഇത് ഞാൻ സാനിറ്റൈസറിൻ്റെ ബോട്ടിൽ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വയ്ക്കുമ്പോൾ ഇതുപോലെ സ്പ്രേ ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മീനിൽ പുരട്ടി ഒരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് വറുക്കുന്നത്. ഞാൻ വളരെ കുറച്ച് എണ്ണയിലാണ് മീൻ വറുത്തെടുക്കുന്നത്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തല്ലോ, ആ മിക്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ വെളിച്ചെണ്ണയും കൂടെ ചേർത്തതുകൊണ്ട് ഇത് മീൻ വറുത്തെടുത്ത് കഴിയുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. വെളിച്ചെണ്ണയിൽ നല്ലതുപോലെ കൂടുതൽ എണ്ണ ഒഴിച്ച് വറുത്ത പോലെ ടേസ്റ്റ് വരും. അപ്പോൾ നോക്കിക്കേ, ഞാൻ ഒഴിച്ചേക്കുന്ന വെളിച്ചെണ്ണ എത്രയാണെന്ന്. പിന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചില്ല, ഒരല്പം വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു. നമ്മുടെ ആ സ്പ്രേ ബോട്ടിലില്ലേ അതിൽ നിന്ന് ഒഴിച്ചു കൊടുത്തു. നമ്മുടെ മീൻ വറുത്തത് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ചോറ് വിളമ്പുകയാണ്. വേഗം ചൂടോടുകൂടി തന്നെ ചോറ് വിളമ്പുകയാണ്. നല്ല ചൂട് ചോറ് തന്നെയാണ്. കറിയെല്ലാം വിളമ്പി, നേരത്തെ വെച്ച മോര് കറി ഉണ്ടായിരുന്നു, പിന്നെ ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ വേഗം ഹസ്ബൻഡിന് കൊടുത്തു. ഞങ്ങൾ രണ്ടും കൂടെ ഒന്നിച്ചാണ് കഴിക്കാതിരിക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ മാങ്ങയും മുരിങ്ങയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ഒരു മീൻകറി ചെയ്ത് നോക്കുക. തോരൻ ഇതുപോലെ ഞാൻ ചെയ്ത പോലെ ഒന്ന് ചെയ്ത് നോക്കുക. അതൊക്കെ നല്ല ടേസ്റ്റാണ്. ഒരു കുറച്ച് ഡിഫറൻറ്റ് ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.